മറുനാട്ടിലെത്തുന്ന മലയാളികൾ പലപ്പോഴും വിജയം കാഴ്ചവെക്കുന്നതിന്റെ പൊരുൾ മലയാളത്തിന്റെ അപജയമാണോ അതോ മലയാളിയുടെ മറുനാടിനോടുള്ള വ്യത്യസ്തമായ വീക്ഷണമാണോ എന്ന കാര്യം പലപ്പോഴും പല ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യപ്പെടാറുണ്ടെങ്കിലും ജോൺ എന്ന വ്യക്തിയുടെ ജീവിതകഥ മലയാളികൾക്ക് ഒന്നടങ്കം അഭിമാനം നൽകുന്നതാണ്. ഫാമിലിയിൽ എൻ്റെ വൈഫ് ജെയിൻ, പിന്നെ എനിക്ക് 2 ആൺകുട്ടികൾ. മൂത്ത മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പിന്നെ എൻ്റെ പേരൻസ് നാട്ടിലാണ്. എൻ്റെ ബ്രദറും ഫാമിലിയും, ഒരു സിസ്റ്ററുണ്ട്. ബ്രദർ എൻ്റെ കൂടെ ബിസിനസ്സിലുണ്ട്. ഞാൻ ബിസിനസ്സിൽ സാറിനെ ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം കൂടുതലായും കളർ ലാബിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. ബാക്കി സമയം കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. എൻ്റെ ബ്രദർ കമ്പനിയിലെ ഒരു ഡയറക്ടർ ആണ്. അദ്ദേഹം കേരളത്തിലെ ബിസിനസ്, എസ്പെഷ്യലി കേരള സ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കുന്ന അദ്ദേഹമാണ്. ഞാൻ എൻ്റെ വൈഫ് ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്തത്. എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. മെയിൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഫാമിലിയിലുള്ള പല കാര്യങ്ങളും ആൾ തന്നെ കൈകാര്യം ചെയ്യും. കാരണം ഞാൻ എപ്പോഴും ടൂറിലും ഒത്തിരി എൻഗേജ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഫാമിലി കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആൾ കൊടുക്കുന്ന കാരണം എനിക്ക് അത്രയും കൂടെ സമയം ബിസിനസ്സിൽ ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കുന്നു. ഒന്ന്. രണ്ടാമത്, എനിക്ക് കളർ ലാബുകളുണ്ട് ഇവിടെ ബോംബെയിൽ തന്നെ. ഞങ്ങളുടെ തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും സ്റ്റുഡിയോസും ഒക്കെ ഉണ്ട്. ആ ഒരു മേഖല ഷീസ് ഹാൻഡിലിങ്. ഞാൻ കേരളത്തിൽ സ്റ്റുഡിയോ ലാബിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ബോംബെയിൽ വന്ന് ഒരു 4-5 വർഷത്തേക്ക് ഞാൻ കേരളത്തിലെ ബിസിനസ്സിനെക്കുറിച്ചോ കേരളത്തിലെ ലാബുകളെക്കുറിച്ചോ കേരളത്തിൽ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതിനെ പറ്റി ഒന്നും ആലോചിച്ചിരുന്നില്ല. പക്ഷേ കേരളത്തിൽ നിന്നും പല കളർ ലാബ് ഓണേഴ്സും ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി എന്നെ അപ്രോച്ച് ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിച്ചത്. പിന്നീട് അതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പായി. പ്രത്യേകിച്ച് ഞാനൊരു മലയാളിയും കൂടി ആയതുകൊണ്ട് കേരളത്തിലുള്ള ലാബ് ഓണേഴ്സിനും എന്നോട് ഇടപെടുന്നതിന് കൂടുതൽ കംഫർട്ടബിലിറ്റി ഉണ്ടായി. അങ്ങനെ ഞാൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ബിസിനസ്. അത് കേരളത്തിലെ ഏകദേശം 80% കളർ ലാബ് ഓണേഴ്സ് എൻ്റെ സുഹൃത്തുക്കളും അവർക്ക് എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നത് ഞാനാണ്, ടെക്നിക്കൽ സപ്പോർട്ടും ചെയ്യുന്നതാണ്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് പല മാറ്റങ്ങളും വരേണ്ടതുണ്ട്. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അവർ എത്രമാത്രം ചിന്തിക്കുന്നുണ്ടോ, അല്ല കേരളത്തിൽ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഒരു മറുനാടൻ മലയാളി എന്തുകൊണ്ട് ഈ സ്റ്റേറ്റിൽ വന്ന് മഹാരാഷ്ട്രയിൽ വന്നോ അല്ലെങ്കിൽ മറ്റ് ഗുജറാത്തിൽ പോയോ ഗൾഫിൽ പോയോ തൊഴിലെടുത്ത് ജീവിക്കേണ്ടതായിട്ടുള്ള അവസരം വരുന്നു. എത്ര ഗുജറാത്തികൾ കേരളത്തിൽ വന്ന് ജീവിക്കുന്നുണ്ട്, അല്ലെ എത്ര മഹാരാഷ്ട്രീയൻസ് കേരളത്തിൽ വന്ന് ജീവിക്കുന്നു, അല്ലെ അന്യ സംസ്ഥാനക്കാർ കേരളത്തിലെ വന്ന് ജീവിക്കും. ചെറിയ കൃഷിയിടങ്ങളിലോ അല്ലെ ചെറിയ കൺസ്ട്രക്ഷൻ മേഖലകളിലോ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും വറ്റിക്കോൾ ബിസിനസ് രംഗത്ത് മാത്രമാണ് മറുനാടൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നത്. പക്ഷേ കേരളീയൻ എപ്പോഴും അവൻ്റെ സംസ്ഥാനം വിട്ടിട്ട് പുറത്തു പോയി ജോലി ചെയ്യേണ്ടി, മറ്റുള്ളവൻ്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഈ അവസ്ഥയെക്കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹവും കേരളത്തിൽ ഇന്നുള്ള സമൂഹവും ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവർക്കതൊരു ബെനിഫിറ്റായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഗൾഫിൽ മലയാളികൾ പുറത്തു പോയി ജോലി ചെയ്ത് പണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ പല കാര്യങ്ങളും അവർക്ക് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവരുടെ ആ അവസ്ഥ എന്താണെന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് കേരളത്തിന് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, കേരളത്തിൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകൾ കേരളത്തിൽ വരേണ്ടതുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ പറഞ്ഞുവല്ലോ, എനിക്ക് ടൂറിസം മേഖലയിൽ കേരളത്തിൽ ചില സംരംഭങ്ങൾ തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ തുടക്കങ്ങൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ട്. പ്ലസ് എൻ്റെ ഈ ബിസിനസ് തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ചിലപ്പം ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അസംബ്ലിങ് സ്റ്റേജിലേക്ക് തിങ്ക് ചെയ്യുന്നുണ്ട് ഞാൻ. ഇതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ.
തികഞ്ഞ ആത്മാർത്ഥതയും കഠിനാധ്വാനത്തിനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരു മലയാളിക്കും മറുനാട്ടിൽ വിജയക്കൊടി നാട്ടാനാവും എന്ന് തെളിയിക്കുകയാണ് ജോൺ എം ജോസഫ് എന്ന ചെറുപ്പക്കാരൻ. ഈ ചെറു സാന്നിധ്യം പലപ്പോഴും വൻ ബിസിനസ് വളർച്ചയുടെ പുഞ്ചിരി കൂടിയാണെന്നറിയുക. ഓരോരുത്തർക്കും പുതിയ മാതൃകയും. കേരള വിഷൻ ഇത്രയും സമയം എൻ്റെ കൂടെ ചെലവഴിച്ചതിനും ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തതിനും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു.